നമസ്കാരം. നമ്മുടെ ജീവനക്കാർ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിനെ താങ്ങി നിർത്തുന്ന തൂണുകളാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ പറയുന്നത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വാക്കാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ കൊണ്ട് മാത്രം നിങ്ങളുടെ ബിസിനസ്സിനെ വിജയിപ്പിക്കാൻ കഴിയില്ല ഒരിക്കലും. അപ്പൊ നിങ്ങളുടെ ബിസിനസ്സിനെ താങ്ങി നിർത്തുന്ന തൂണുകളായിട്ടുള്ള നിങ്ങളുടെ ജീവനക്കാരാണ് നിങ്ങളുടെ ബിസിനസ്സിനെ വിജയിപ്പിക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ജീവനക്കാരെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിലവിലുള്ള റെസ്റ്റോറന്റുകളെ ഒക്കെ ഭൂരിഭാഗം റെസ്റ്റോറന്റുകളെയും നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്ന രീതികൾ, അവരെ നിയമിച്ചു കഴിഞ്ഞാൽ അവരെ റീടെൻഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന രീതികളൊക്കെ വളരെ പ്രൊഫഷണൽ അല്ലാത്ത രീതികളിലാണ്. കാരണം ഒരു ജീവനക്കാരൻ്റെ ഒരു ബിസിനസ്സിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ്സ് തന്നെ പ്രൊഫഷണൽ രീതിയിലല്ല പല ആളുകളും ഫോളോ ചെയ്യുന്നത്. അവരുടെ പ്രീവിയസ് അവർ വർക്ക് ചെയ്ത സ്ഥലങ്ങളുടെ റെഫറൻസുകൾ നോക്കാറില്ല, ഇവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നോക്കാറില്ല, ഇവരുടെ കൾച്ചർ എന്താണെന്നുള്ളത് നോക്കാറില്ല. ഇവർക്ക് ഈ വർക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് മാത്രം ഒന്ന് പരീക്ഷിക്കും, അല്ലെങ്കിൽ ചോദിക്കും. ഇത് മാത്രമാണ് നമ്മുടെ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങളുടെ ജീവനക്കാർ എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ്. അവരെ നിങ്ങൾ നിയമിക്കുന്ന സമയത്ത്, അവരെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണത്. ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ആ ജീവനക്കാരെ നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. അവരെ കൊണ്ട് മാത്രം നിങ്ങളുടെ ബിസിനസ് ചിലപ്പം പരാജയപ്പെട്ടു പോയേക്കാം. എത്രയോ ആളുകൾ പറയുന്നു ജീവനക്കാരുടെ പ്രശ്നം കൊണ്ടാണ് ഞാൻ ബിസിനസ് അടച്ചുപൂട്ടിയത് എന്ന്. എന്താണ് കാരണം? നമ്മളുടെ ജീവനക്കാരെ തിരഞ്ഞെടുത്തപ്പോൾ നമുക്ക് പറ്റിയ ഫാൾട്ടുകളാണ് ഇതിന് കാരണം. അവരെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ട രീതികൾ ഫോളോ ചെയ്തുകൊണ്ടല്ല അവരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സുകളെല്ലാം പ്രൊഫഷണൽ രീതിയിലാക്കണം. അതിനുശേഷം അവർക്ക് നിങ്ങൾ ഓൺ ബോർഡിങ് ചെയ്യണം. ഓൺ ബോർഡിങ് ട്രെയിനിങ് എന്ന് പറയും നമ്മൾ. നിങ്ങളുടെ ബിസിനസ്സിൽ അവർ ചെയ്യേണ്ട ജോലികളെ കുറിച്ച് കൃത്യമായിട്ടുള്ള പരിശീലനം കൊടുത്തിട്ട് വേണം അവരുടെ ജോലിയിലേക്ക് എത്തിക്കാൻ. അതിനുശേഷം അവർക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ മന്ത്ലി ബേസിൽ അവർക്ക് എന്ത് ചെയ്യണം? ബൂസ്റ്റർ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കൊടുത്തുകൊണ്ടിരിക്കണം. അവരുടെ മൈൻഡ് സെറ്റുകളെ നിങ്ങളുടെ ബിസിനസിന്റെ ഫ്ലോറിന് അനുസരിച്ചുള്ള ആളുകളാക്കി അവരെ വളർത്തിക്കൊണ്ടുവരണം. അവർക്ക് നല്ല മാനസികാവസ്ഥയുണ്ടെങ്കിൽ അവർ നല്ല കസ്റ്റമേഴ്സിനെ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെടും. അവർ നിങ്ങൾക്ക് കൂടുതൽ റവന്യൂ കൊണ്ടുവരും. നിങ്ങൾക്ക് അവരുടെ മാനസികാവസ്ഥ അവർക്ക് മോശമായി വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല. നിങ്ങളുടെ റവന്യൂവിൽ വലിയ രൂപത്തിലുള്ള ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളുടെ ജീവനക്കാരെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കണം. അവര് നിങ്ങളുടെ ബിസിനസ്സിനെ താങ്ങി നിർത്തുന്ന തൂണുകളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു പ്രാധാന്യത്തോടു കൂടി അവരെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനും ഓൺ ബോർഡിങ് ചെയ്യുന്നതിനും ട്രെയിനിങ്ങും അതേപോലെ അവർക്ക് വേണ്ട എല്ലാ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനും നിങ്ങൾ ശ്രദ്ധ പുലർത്തുക. ഇങ്ങനെയാവുമ്പോൾ നിങ്ങളുടെ ജീവനക്കാർ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന, നിങ്ങളുടെ ബിസിനസ്സിനെ വിജയിപ്പിക്കുന്ന ആളുകളായിട്ട് മാറും. താങ്ക് യു.